ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ 2023 പുറത്തിറങ്ങിയ മാറ്റിയോ ഗാരോൺ സംവിധാനം ചെയ്ത ഒരു ആഫ്രിക്കൻ ചിത്രമാണ്. അയോ കാപ്പിത്താനോ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അവസാനം വരെ പിടിച്ചിരുത്തുന്ന ഒരു അടിപൊളി കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആഫ്രിക്കയിലെ സെനഗൽ എന്ന സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത്. അനിയത്തിമാരുടെ ബഹളം കേട്ടുകൊണ്ടാണ് സെയ്ദ് ഉറക്കമെണീക്കുന്നത്. അവനോട് അവൻ മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൻ്റെ വാപ്പ മരിച്ചുപോയതാണ്. ഉമ്മയും പെങ്ങന്മാരും മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് നേരെ അവൻ്റെ കസിനായ മൂസയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് അവനെ തട്ടി ഉണർത്തി വാ പോവാൻ സമയമായി എന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ മൂസയും കൂട്ടി അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവൻ്റെ ഉമ്മ പുറകിൽ നിന്ന് വിളിക്കുന്നു, എടാ നീ എവിടെ പോവുകയാണ്? ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ നീ സബാറിൻ്റെ കാര്യം മറന്നോ? എനിക്ക് കളിയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ അത് കഴിഞ്ഞിട്ട് എത്തിക്കോളാം. അതും പറഞ്ഞ് അവർ മുന്നോട്ട് നടക്കുന്നു. എന്നാൽ ഫുട്ബോൾ കളിക്കാൻ പോയെന്ന് പറഞ്ഞ് അവർ ശരിക്കും കള്ളം പറഞ്ഞതായിരുന്നു. അവർ പണിയെടുക്കാൻ പോയതാണ്. അവർ പണിയെടുത്ത് കിട്ടുന്ന കാശെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്തിനാണെന്നോ? അവർക്ക് യൂറോപ്പിലേക്ക് പോകണം. സെനഗലിൽ നിന്ന് ഇനി എന്ത് ജോലി എടുത്താലും അവരുടെ പട്ടിണിയൊന്നും മാറാൻ പോകുന്നില്ല. അങ്ങനെ അവർ രാത്രി സബാറിന് പങ്കെടുക്കാൻ പോകുന്നു. ആഫ്രിക്കയിലെ ഒരു ഡാൻസ് സ്റ്റൈലിൻ്റെ പേരാണ് സബാർ. അവൻ്റെ ഉമ്മയും പെങ്ങളും എല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉമ്മയോട് അവൻ പറയുകയാണ്, ഉമ്മ എനിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യണം. എന്നാൽ ഉമ്മയുടെ മറുപടി അവനെ നിരാശനാക്കി. നീ എവിടേക്കും പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ജീവിച്ചാൽ മതി. ഇവിടുന്ന് പോയ പലരും മരുഭൂമിയിലോ നടുക്കടലിലോ വെച്ച് മരിച്ചുപോയ കാര്യം നിനക്കറിയില്ലേ? അതുകൊണ്ട് നീ ഈ ചിന്തയെ മറന്നേക്കാൻ അവൻ്റെ ഉമ്മ അവനോട് പറഞ്ഞു. പിറ്റേ ദിവസം സ്കൂളിൽ പോകാനായി മൂസ അവിടെ എത്തിയപ്പോൾ അവൻ്റെ ഉമ്മ അവനെ നന്നായിട്ടൊന്ന് കുടഞ്ഞു. നീയാണോ ഇവനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അവർ യൂറോപ്പിൽ പോകണമെന്ന് എന്നോട് പറഞ്ഞു. നീയും കൂടെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ? എന്നാൽ മൂസ വളരെ നൈസായിട്ട് അതിൽ നിന്ന് ഊരി. ഈ നാട് വിട്ട് എനിക്ക് എങ്ങോട്ടും പോകണ്ടെന്ന് മൂസ പറഞ്ഞു. അവിടുന്ന് പുറത്തിറങ്ങിയ മൂസ സെയ്ദുവിനെ കുറേ ചീത്ത പറയുന്നുണ്ട്. നീ എന്ത് പണിയെ കാണിച്ചത്? നിൻ്റെ ഉമ്മ അറിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല. താൻ ഉമ്മയെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണെന്നാണ് സെയ്ദുവിൻ്റെ മറുപടി. അങ്ങനെ അവർ സ്കൂളിലേക്ക് എത്തുന്നു. സ്കൂൾ കഴിഞ്ഞുള്ള സമയങ്ങളിൽ അവർ പല പണിക്കും പോയി പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ താമസിച്ച് വരുന്ന ദിവസങ്ങളിലെല്ലാം ഉമ്മയുടെ കയ്യിൽ നിന്ന് അവന് ചീത്തവിളി ഉറപ്പായിരുന്നു. വീടിന് മുന്നിൽ തന്നെ അവർക്ക് ചെറിയൊരു കടയുണ്ട്. രാത്രി സമയങ്ങളിൽ സെയ്ദുവാണ് അവിടെ ഇരിക്കാറ്. സെയ്ദുവിനും മൂസയ്ക്കും മ്യൂസിക് വളരെ ഇഷ്ടമാണ്. യൂറോപ്പിൽ ചെന്നിട്ട് വേണം അവർക്ക് ഒരു ബാൻഡൊക്കെ തുടങ്ങാനെന്നാണ് അവരുടെ ആഗ്രഹം. യൂറോപ്പ് യാത്രയെക്കുറിച്ച് അന്വേഷിക്കാനായി സിസ്കോ എന്ന് പറയുന്ന ഒരാളുടെ അടുത്തേക്ക് അവരെത്തുന്നുണ്ട്. എന്നാൽ അയാളും ആ യാത്രയ്ക്ക് വളരെ എതിരായിട്ടാണ് സംസാരിച്ചത്. അവിടെ കൊടും തണുപ്പാണ്. ആ യാത്രയിൽ അമ്മമാരും കുഞ്ഞുങ്ങളും മരിച്ചു കിടക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും. കൊള്ളക്കാരും ക്രിമിനലുകളും കള്ളന്മാരുമാണ് മൊത്തം. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ ആരും അങ്ങോട്ട് പോകരുതെന്നാണ് അയാൾ പറഞ്ഞത്. അവിടെ നിന്ന് ഇറങ്ങിയ അവർക്ക് അയാൾ പറഞ്ഞതിനോട് ഒറ്റ യോജിപ്പില്ലായിരുന്നു. അയാൾക്ക് ഭ്രാന്താണ്. അയാൾ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് പറഞ്ഞത്. നമ്മൾ 6 മാസമായിട്ട് അധ്വാനിക്കുകയാണ് ഇതിനു വേണ്ടി. നമുക്ക് എന്തായാലും പോയേ പറ്റൂ. നമുക്ക് നമ്മുടെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണ്ടേ? നമുക്ക് നമ്മുടെ ബാൻഡ് തുടങ്ങണ്ടേ? അതിനൊക്കെ അവിടെ പോയാലേ പറ്റൂ. മൂസയുടെ വാക്കുകൾ സെയ്ദുവിന് കുറച്ച് ധൈര്യം പകർന്നു കൊടുത്തു. അങ്ങനെ അടുത്തായിട്ട് അവർ ചെല്ലുന്നത് ഒരു മന്ത്രവാദിയുടെ അടുത്താണ്. അങ്ങനെ തങ്ങൾ ഇവിടുന്ന് പോവുകയാണെന്നും തങ്ങളെ അനുഗ്രഹിക്കണമെന്നും അവർ പറയുന്നു. എന്നാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പൂർവികരുടെ അടുത്ത് പോയി യാത്ര പറയണമെന്നും അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഇവിടെ വരണമെന്നും പറഞ്ഞു. അങ്ങനെ അവർ പൂർവികരുടെ കല്ലറയിൽ ചെന്ന് അവരുടെ യാത്രയെപ്പറ്റി പറഞ്ഞു. വീട്ടിൽ അറിയിക്കാതെയാണ് തങ്ങൾ പോകുന്നതെന്നും അതുകൊണ്ട് തങ്ങളോട് ക്ഷമിക്കണമെന്നും അവർ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് മന്ത്രവാദിയുടെ അടുത്തെത്തുന്ന അവർക്ക് ഇനി നിങ്ങൾക്ക് ധൈര്യമായി പോകാമെന്നാണ് അയാൾ മറുപടി പറയുന്നത്. അത് കേട്ട് സന്തോഷത്തോടെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ വീട്ടിലെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും യാത്ര തിരിക്കാൻ തീരുമാനിക്കുന്നു. സെയ്ദു അവൻ്റെ ഡ്രസ്സുകളൊക്കെ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് അവൻ്റെ അനിയത്തി ഉണരുകയും എവിടെയാണ് പോകുന്നത്, എന്നെ കൂടെ കൊണ്ടുപോകുമെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ പോയിട്ട് വേഗം വരാം, നിന്നെ കണ്ടില്ലെങ്കിൽ ഉമ്മയ്ക്ക് വിഷമാവും, മോൾ കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അവൻ അവളെ കിടത്തിയിട്ട് രാത്രി ഇറങ്ങുന്നു. അങ്ങനെ മൂസയും സെയ്ദുവും അവരുടെ സ്വപ്ന സ്ഥലമായ യൂറോപ്പിലേക്കുള്ള യാത്ര തിരിച്ചു. സെയ്ദുവിന് നല്ല പേടിയുണ്ട്. മൂസയാണ് അവന് ധൈര്യം കൊടുക്കുന്നത്. അങ്ങനെ ബസ്സിലെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് സെയ്ദു എണീക്കുന്നത്. പാസ്പോർട്ട് ഉണ്ടാക്കുന്ന ഒരാളിനെ കിട്ടിയിട്ടുണ്ടെന്നും $100 അയാളുടെ ചാർജ് എന്നും മൂസ അറിയിക്കുന്നു. $100 വളരെ കൂടുതലാണെന്ന് സെയ്ദു പറയുന്നു. എന്നാൽ നമുക്ക് വേറെ വഴിയില്ല, അത് കൊടുത്തേ പറ്റൂ എന്നാണ് മൂസ പറയുന്നത്. ഇയാളാണ് കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുന്ന ആൾ. അയാൾ അവരുടെ ഫോട്ടോ അയാളുടെ ഫോണിൽ എടുക്കുന്നു. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അയാൾ പാസ്പോർട്ട് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നു. നിങ്ങൾ ഇന്നു മുതൽ ഇനി മാലിക്കാരാണ്. ഇതാ നിങ്ങളുടെ പാസ്പോർട്ട്. നിൻ്റെ പേര് മാലിക് മാര, ഈ സാലിഫ് ബാംബ. അങ്ങനെ അവരുടെ ബസ് മാലി നൈഗർ അതിർത്തിയിലെത്തുന്നു. അവിടെ ചെക്ക് പോസ്റ്റ് പരിശോധനയുണ്ട്. എല്ലാവരും അവരവരുടെ പാസ്പോർട്ട് പട്ടാളത്തെ കാണിക്കുന്നുണ്ട്. മൂസയോടും സെയ്ദുവിനോടും അവരുടെ സ്ഥലവും പേരും ഒക്കെ ചോദിച്ചതിന് ശേഷം ഈ പാസ്പോർട്ട് എന്നാണ് എടുത്തതെന്ന് അവർ ചോദിക്കുന്നു.
2 വർഷം മുന്നേ ആണെന്ന് മൂസ പറയുന്നു. ഓ അത് ശരി, 2 വർഷം മുന്നേ ഇട്ട അതേ കുപ്പായങ്ങൾ തന്നെയാണല്ലോ നിങ്ങൾ ഇപ്പോഴും ഇട്ടേക്കുന്നത്. നീയൊക്കെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുന്നോ? നിന്നെ രണ്ടിനെയും ജയിലിലാക്കുമെന്ന് പട്ടാളക്കാരൻ പറഞ്ഞു. അവരാകെ പേടിച്ചു പോകുന്നു. പട്ടാളക്കാരൻ അവരോട് രഹസ്യമായി ചോദിക്കുന്നു, $50 തരുന്നോ അതോ ജയിലിൽ പോകുന്നോ? ഉടൻ തന്നെ അവർ $50 എടുത്ത് അയാൾക്ക് കൊടുക്കുന്നു. അങ്ങനെ അവരുടെ ബസ് അഗദേശ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ കറങ്ങിത്തിരിയുന്ന അവരുടെ അടുത്തേക്ക് ലിബിയ എന്ന് വിളിച്ചുകൊണ്ട് ഒരാൾ അടുത്തേക്ക് വരുന്നു. ഒരാൾക്ക് $400 കൊടുത്താൽ നിങ്ങളെ ഞാൻ ലിബിയയിൽ എത്തിക്കാമെന്ന് അയാൾ പറയുന്നു. എന്നാൽ $800 വളരെ കൂടുതലാണെന്ന് സയ്യിദ് പറയുന്നു. എന്നാൽ പുതിയ കാറാണ് ഞങ്ങളുടെ അടുത്തെന്നും നിങ്ങളെ ട്രിപ്പോളിയിൽ എത്തിക്കാമെന്നും അയാൾ പറയുന്നു. ട്രിപ്പോളിയിൽ എത്തിക്കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാനുള്ള വഴിയുണ്ടെന്ന് മൂസ അവനോട് പറഞ്ഞു. $600 വെച്ച് തരാമെങ്കിൽ നിങ്ങളെ ഇറ്റലിയിൽ എത്തിക്കാമെന്നും അയാൾ പറഞ്ഞു. ഒരു പുതിയ ബോട്ടിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ച് അവരെ അയാൾ വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ അവർ അയാളുടെ കൂടെ പോകാൻ സമ്മതിക്കുന്നു. കാർ അവിടെ കിടപ്പുണ്ട്, അങ്ങോട്ട് പോയി ഇരുന്നോളൂ എന്ന് അയാൾ പറയുന്നു. ഒരു പഴയ കാറിൽ അവരെ മേൽക്കൂരയൊന്നും ഇല്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് എത്തിക്കുന്നു. അവിടെ അവരെ കൂടാതെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങളിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വിശ്രമിക്കുക, കാറിൽ ആളായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാമെന്നും പറഞ്ഞ് അയാൾ അവിടുന്ന് പോകുന്നു. ആ ഇരുത്തം വളരെയധികം സമയം നീണ്ടുപോയി. അവരവരുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. യാത്രയ്ക്ക് മുന്നേ അവിടെയുള്ള ഒരാൾ അവർക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ മരുഭൂമിയിൽ കൂടെയാണ് പോകുന്നത്. മരുഭൂമി വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. നിങ്ങൾ പോകുന്ന വഴിക്ക് തീവ്രവാദ സംഘങ്ങളുടെ കയ്യിൽപ്പെടും. അവരെങ്ങാനും നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് കണ്ടാൽ അത് പോയെന്ന് കൂട്ടിയാൽ മതി. പൈസ എവിടെ ഒളിപ്പിച്ചാലും അവർ കണ്ടുപിടിക്കും. പൈസ ഒളിപ്പിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങളുടെ ആസനത്തിൽ തന്നെ അത് ഒളിപ്പിക്കുക. അത് കേട്ട് അവളെല്ലാം ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇത് തമാശയല്ല, നിങ്ങളെങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പൈസ ഉറപ്പായി നഷ്ടപ്പെടുമെന്ന് അയാൾ പറഞ്ഞു. നിങ്ങൾ സെനഗലുകാരായതുകൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ പറഞ്ഞത്. പിറ്റേന്ന് രാത്രിയാണ് അവർ അവിടുന്ന് പോകുന്നത്. അതിനു മുന്നേ യാത്രയിൽ ഉപയോഗിക്കാൻ മഫ്ലറും കണ്ണാടിയൊക്കെ അവർ വാങ്ങിക്കുന്നുണ്ട്. രാത്രി ആയപ്പോഴേക്കും അവർക്ക് പോകാനുള്ള വണ്ടിയൊക്കെ എത്തി. അവരങ്ങനെ 3 ടൊയോട്ട പിക്കപ്പുകളിൽ വിശാലമായ സഹാറ മരുഭൂമിയിലൂടെ യാത്ര ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും ആ യാത്ര അത്ര സുഖകരമായി അവർക്ക് തോന്നുന്നില്ല. പൊടിയടിച്ച് അവരുടെ മുഖമാകെ പൊതിഞ്ഞിരിക്കുകയാണ്. മുന്നോട്ട് പോകുന്തോറും റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി. പിന്നിൽ മനുഷ്യന്മാരാണ് ഇരിക്കുന്നുള്ള ഒരു ബോധ്യവും ഡ്രൈവർക്കില്ല. അവർ വണ്ടിയിൽ നിന്നും താഴെ വീഴാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എല്ലാവർക്കും പേടിയായി. എല്ലാവരും അലറി വിളിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും കൂട്ടാക്കാതെ ഡ്രൈവർ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കുഴിയിൽ വീണ സമയത്ത് അതിൽ നിന്ന് ഒരാൾ തെറിച്ച് താഴെ വീഴുന്നു. കൂട്ടത്തിൽ ഒരാൾ താഴെ വീണിരിക്കുന്നു എന്ന് അവരെല്ലാവരും ഉറക്കെ വിളിച്ച് ഡ്രൈവറിനെ അറിയിക്കുന്നുണ്ട്. മുറുക്കി പിടിച്ചിരിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ, മിണ്ടാതിരിക്കുക എന്നാണ് ഡ്രൈവർ മറുപടിയായി പറഞ്ഞത്. അതോടുകൂടി അവർക്ക് ഒരു കാര്യം മനസ്സിലായി, തങ്ങളുടെ ജീവന് പോലും ഒരു വിലയില്ല എന്നുള്ള കാര്യം. വഴിയിൽ അയാൾ ഒറ്റപ്പെട്ട് നിസ്സഹായനായി നിൽക്കുന്നത് അവർക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. പിറ്റേന്ന് പകൽ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുന്നു. അവരെ കാത്ത് അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. വണ്ടി നിർത്തി ഉടൻ തന്നെ ഡ്രൈവർ വിളിച്ചു കൂന്നുണ്ടായിരുന്നു, എല്ലാവരും വേഗം ഇറങ്ങി അയാളുടെ പുറകെ പോകും. അത് കേട്ട് പലരും തിരിച്ചു പറയാൻ തുടങ്ങി, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ലിബിയ പോലും എത്തിയിട്ടില്ല, ഞങ്ങളെ ഇവിടെ ഉപേക്ഷിക്കുകയാണോ? ഞങ്ങളുടെ കൂടെ കുട്ടികളൊക്കെ ഉള്ളതാണ്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്നാൽ അതൊന്നും കേൾക്കാനോ മറുപടി പറയാനോ ആരും തയ്യാറായില്ല. വഴികാട്ടിയായ ആൾ മുന്നേ നടന്നു തുടങ്ങിയിരുന്നു. അവരൊരു 10-15 ആൾക്കാരുണ്ട് എല്ലാം കൂടെ. മുന്നേ പോകുന്നയാൾ തിരിഞ്ഞു പോലും നോക്കാതെ നടക്കുകയാണ്. മണൽക്കുനകൾ താണ്ടി മുന്നോട്ട് നടക്കുമ്പോഴാണ് അവരാ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. മണലിൽ പൂഴ്ന്നു കിടക്കുന്ന 2 മനുഷ്യ ശരീരങ്ങൾ. സെയ്തുവിൻ്റെ ഉള്ളിലെ ഭയം ഏറി തുടങ്ങി. രാത്രിയായിട്ടും ആ നടത്തം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴേക്കും അവരെല്ലാം തളർന്നു കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് പകലായപ്പോഴേക്കും അവർക്ക് ആർക്കും ഒരടി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. അവരുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ വഴിയിൽ വീണുപോയിരിക്കുന്നു. അവരുടെ നിലവിളി കേട്ട് സെയ്തു അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ചൂടുകൊണ്ട് അവരുടെ കാൽപാദമൊക്കെ പൊള്ളിപ്പോയിരുന്നു. അവർക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തിട്ട് അവരെ എഴുന്നേൽപ്പിക്കാൻ സെയ്തു ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനെക്കൊണ്ട് അത് കഴിയുന്നില്ല. അപ്പോഴേക്കും മറ്റുള്ളവർ കുറേ മുന്നിലെത്തിയിരുന്നു. മൂസ അവിടെ നിന്നുകൊണ്ട് അവനെ വിളിക്കുന്നുണ്ട്, നമുക്ക് പോകാം, അവരുടെ കൂടെ പോയില്ലെങ്കിൽ നമ്മളിവിടെ കിടന്ന് മരിക്കത്തേ ഉള്ളൂ. സെയ്തു അവരെ ഉയർത്താൻ ഒന്നുകൂടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർക്കൊട്ടും വയ്യ. അങ്ങനെ അവൻ കരഞ്ഞുകൊണ്ട് അവരെ അവിടെ കിടത്തി. എന്നിട്ട് മറ്റുള്ളവരുടെ കൂടെ നടക്കാൻ തുടങ്ങി. വീണ്ടും രാത്രിയാവാറായി. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് 2 പിക്കപ്പുകളിലായിട്ട് കുറേ ആൾക്കാർ തോക്കുമായിട്ട് അവരുടെ മുന്നിലേക്ക് വരുന്നത്. എല്ലാവരും കൈകൾ ഉയർത്തി തറയിലിരിക്കാൻ അവർ ആവശ്യപ്പെട്ടു. അവർ ലിബിയൻ പോലീസാണെന്നാണ് പറഞ്ഞത്. അവരും പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. അവരെല്ലാവരോടും പൈസ ആവശ്യപ്പെടുന്നു. പൈസ കൊടുക്കാത്തവരെ അവർ ആക്രമിക്കാൻ തുടങ്ങി. സെയ്തുവിനോട് അവർ ചോദിക്കുന്നുണ്ട് പൈസ എവിടെയെന്ന്. അവൻ എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെന്ന് പറയുന്നെങ്കിലും അവർ അതിനെ പരിശോധിക്കുന്നുണ്ട്. പൈസ ഒന്നും കിട്ടാത്തതിനാൽ മൂസയും സെയ്തുവിനെയും അവർ ആക്രമിക്കാൻ തുടങ്ങി. അതിനുശേഷം വണ്ടിയിൽ നിന്ന് വെള്ള നിറത്തിലുള്ള ഒരു ദ്രാവകം അവർക്കെല്ലാം കുടിക്കാൻ കൊടുത്തു. ഭീഷണിപ്പെടുത്തി എല്ലാവരെയും കൊണ്ട് അത് കുടിപ്പിക്കുന്നു.
അത് കുടിച്ച് മിനിറ്റുകൾക്കകം അവർക്കെല്ലാം വയറിന് അസ്വസ്ഥത തുടങ്ങി. അവരോടെല്ലാം പോയി വെളിക്കിരിക്കാൻ പോലീസുകാർ ആവശ്യപ്പെട്ടു. സംഭവം ആസനത്തിൽ പൈസ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള വഴിയാണ് അവരുടെ. അങ്ങനെ ആ പരിശോധനയിൽ മൂസ പിടിക്കപ്പെടുന്നു. നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കി, നിന്നെ ഞങ്ങൾ ജയിലിൽ അടയ്ക്കുമെന്നും പറഞ്ഞ് അവനെയും കൊണ്ട് അവർ പോയി. സെയ്തു അവരോട് കരഞ്ഞു പറഞ്ഞു നോക്കി എന്നെയും കൂടെ കൊണ്ടുപോകാൻ. എന്നാൽ അവൻ പറയുന്നത് പോലും അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മൂസയില്ലാതെ അവൻ ഒറ്റയ്ക്ക് അവൻ്റെ നടത്തം വീണ്ടും ആരംഭിക്കുന്നു. പിറ്റേന്ന് പകൽ അവർക്ക് വേണ്ടി ഒരു ട്രക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടി കണ്ടതും എല്ലാവരും അതിലേക്ക് ചാടി കയറാൻ നോക്കുന്നു. എന്നാൽ അത് ലിബിയയിലുള്ള ഒരു മാഫിയ സംഘത്തിൻ്റെ വണ്ടിയായിരുന്നു. അവരെ എല്ലാവരും ഒരു ജയിൽ പോലെയുള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഓരോരുത്തരുടെയും സ്ഥലം അനുസരിച്ച് അവരെ പല ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നു. അവിടെ വേറെയും കുറേ ആൾക്കാരെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കോട്ടൊക്കെ ഇട്ട് ഒരാൾ അവിടേക്ക് വന്നിട്ട് അവരോട് സംസാരിക്കുന്നു. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. നിങ്ങളിപ്പോൾ എവിടെയാണെന്നറിയാമോ? ഒരു ജയിലിലാണ്. ഇവിടെയുള്ളവരൊന്നും പോലീസോ പട്ടാളമോ ഒന്നുമല്ല. ഇവർ ലിബിയൻ മാഫിയക്കാരാണ്. അവർ എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്തോണം, ഇല്ലെങ്കിൽ അവർ നിങ്ങളെ കൊന്നുകളയും. നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ വീട്ടിലെ നമ്പർ തരിക. $800 ആവശ്യപ്പെടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ വിട്ടേക്കാം. അത് നിങ്ങളുടെ ജീവൻ്റെ വിലയാണ്, ആലോചിച്ചു. ഇത്രയും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞ് അവരെ മറ്റൊരു റൂമിലേക്ക് വിളിപ്പിക്കുന്നു. അങ്ങോട്ടേക്ക് പോകുന്ന വഴി അവിടെ കുറേ ആൾക്കാരെ അവർ ഉപദ്രവിക്കുന്നത് കാണുന്നു. വളരെ ക്രൂരമായാണ് അവർ ആൾക്കാരെ ഉപദ്രവിക്കുന്നത്. നമ്പർ ചോദിച്ചിട്ട് കൊടുക്കാത്തവരെ അവിടെ കൊന്നിട്ടിരിക്കുന്നവരെ കാണാം. ഈ ചോദ്യത്തിൽ തന്നെ കുറച്ചു പേരൊക്കെ നമ്പർ കൊടുത്തു കഴിഞ്ഞു. നമ്പർ കൊടുക്കാത്തതായിട്ട് സെയ്തു അടക്കം ഒരു 3-4 പേരുണ്ട്. അവരെ അവർ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി. അവരെ അവർ നന്നായി ഉപദ്രവിച്ചു. അതിനുശേഷം അവരെ തലകീഴായി കെട്ടിയിട്ടു. അവശരായ അവരെ എല്ലാം കൂടെ ഒരു റൂമിൽ വെള്ളം പോലും കൊടുക്കാതെ ഇട്ടേക്കാണ്. തളർന്നുറങ്ങിപ്പോയ സെയ്തുവിനെ സ്വപ്നത്തിൽ ആ മന്ത്രവാദി അവിടെ എത്തുന്നതായിട്ട് കാണുന്നു. അവൻ ഒരൊറ്റ കാര്യമാണ് അയാളോട് പറഞ്ഞത്. ഞാൻ മരിച്ചിട്ടില്ലെന്നും ജീവനോടെ ഉണ്ടെന്നും ഉമ്മാനെ അറിയിക്കണം. പറയാതെ പോയതിന് എനിക്ക് ഉമ്മാനോട് മാപ്പ് ചോദിക്കണം. മന്ത്രവാദി ഒരു മാലാഖയെ വിളിച്ചു വരുത്തുന്നു. മാലാഖയോട് സെയ്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിക്കുന്നു. മാലാഖയുടെ കൂടെ തനിക്കും പോകണമെന്ന് സെയ്തു ആവശ്യപ്പെടുന്നു. ശരി, നിനക്കും പോകാം, പക്ഷേ നിന്നെ ആർക്കും കാണാൻ കഴിയില്ല, നിനക്കെല്ലാവരും കാണാം. അങ്ങനെ അവൻ മാലാഖയുടെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അവൻ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളെല്ലാം മാലാഖ അവൻ്റെ ഉമ്മയോട് പറയുന്നു. സ്വപ്നത്തിലായിരുന്നെങ്കിലും അവൻ അവിടെ കിടന്ന് ഉമ്മ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടേയിരുന്നു. അത് കേട്ടിട്ട് ഒരാൾ അവനെ ആശ്വസിപ്പിച്ചു. അവന് വെള്ളം നൽകി. അവന് കിടക്കാൻ കുറച്ച് സ്ഥലവും കൊടുത്തു. അപ്പോഴേക്കും മാഫിയ സംഘത്തിലുള്ള ഒരുത്തൻ വന്നിട്ട് അവനൊരു ആശാരിയെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആൾ കൈപൊക്കി അവരെ കൊണ്ടുപോയി. അടുത്തൊരു കൽപ്പണിക്കാരനെ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. സെയ്തുവിൻ്റെ അടുത്തിരുന്ന ആൾ കൈപൊക്കി. അയാൾ അവനെ കണ്ണ് കാണിച്ചിട്ട് കൈ പൊക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെ അവിടെ നിന്ന് കൊണ്ടുപോയി. അങ്ങനെ അവരെ എല്ലാം നിരത്തി നിർത്തിയിട്ട് കച്ചവടം ചെയ്യുകയാണ്. ഒരാൾ വന്നിട്ട് സെയ്തുവിനോടൊപ്പമുള്ള ആൾക്ക് റേറ്റ് എത്രയാണെന്ന് ചോദിക്കുകയാണ്. 600 റിയാൽ. ശരി, എനിക്ക് ഇയാളെ മതി. അത് കേട്ടയുടൻ അയാൾ സെയ്തുവിനെയും കൂടെ കയ്യിൽ പിടിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യാറ്, അവനെയും കൂടെ ആവശ്യമുണ്ട്. അങ്ങനെ 2 ആൾക്കും കൂടി 1000 റിയാൽ കൊടുത്ത് അവരെ സ്വന്തമാക്കുന്നു. അവരെ 2 പേരെയും കൂടെ വണ്ടിയിൽ കയറ്റി അയാൾ മരുഭൂമിയിലുള്ള ഒരു വീട്ടിലേക്ക് പോകുന്നു. ആ വീടിന് ചുറ്റും നിങ്ങളൊരു മതിൽ പണിയണം. അതാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യവും ഭക്ഷണവും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ശരി, ഭക്ഷണം കഴിഞ്ഞിട്ട് ജോലി തുടങ്ങിക്കോളൂ. ദിവസങ്ങൾക്ക് ശേഷം വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കിട്ടിയതിൻ്റെ ആക്രാന്തത്തിൽ അവർ 2 പേരും ആവശ്യത്തിന് ഫുഡ് കഴിച്ചു. അങ്ങനെ അവർ മതിൽ കെട്ടുന്ന പണി ആരംഭിച്ചു. ഒഴിവു സമയങ്ങളിൽ അവർ പരസ്പരം പരിചയപ്പെട്ടു. അയാൾ അയാളുടെ കുടുംബത്തിൻ്റെ ഫോട്ടോ ഒക്കെ സെയ്തുവിനെ കാണിച്ചു. അയാൾക്കും സെയ്തുവിൻ്റെ പ്രായത്തിലൊരു മകനുണ്ട്, 2 പെൺമക്കളുമുണ്ട്. സെയ്തു അവൻ്റെ കഥകളും പറഞ്ഞു. മൂസയും അവനും കൂടെ ഒരുമിച്ചാണ് വന്നതെന്നും മരുഭൂമിയിൽ വെച്ച് അവനെ നഷ്ടമായതും അവനെ കണ്ടുപിടിക്കണമെന്നും അവൻ പറഞ്ഞു. അങ്ങനെ മതിലിൻ്റെ പണി ഏകദേശം പൂർത്തിയായി തുടങ്ങിയിരുന്നു. അപ്പോഴാണ് അവരെ അവിടെ കൊണ്ടുവന്ന് ആക്കിയ ആൾ അവിടേക്ക് വരുന്നത്. നിങ്ങൾ നന്നായി പണിയെടുക്കുന്നുണ്ടെന്നും നിങ്ങളുടെ പണി മുതലാളിക്ക് ഇഷ്ടമായെന്നും അയാൾ അറിയിക്കുന്നു. അതുപോലെ മുതലാളി മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. നോക്കൂ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. ഇതൊരു ഫൗണ്ടനാണ്. ഇതുപോലൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇതുപോലല്ല, ഇതിനേക്കാൾ നന്നായി ഞാൻ ചെയ്തു തരാമെന്ന് അയാൾ പറഞ്ഞു. ശരി, ഇതും കൂടി മുതലാളിക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ അദ്ദേഹം സ്വതന്ത്രരാക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ട്രിപ്പോളിയിലേക്ക് പോകാനുള്ള പണവും അദ്ദേഹം തരും. അത് കേട്ടപ്പോഴേക്കും അവരുടെ മുഖത്തുനിന്ന് മാഞ്ഞു പോയിരുന്ന അവരുടെ ചിരി തിരികെ വന്നിരിക്കുന്നു. അവർ നല്ല ഉത്സാഹത്തോടെ പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഫൗണ്ടൻ്റെ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ അവർ ചെയ്ത വർക്ക് കാണാനായി മുതലാളിയും കുടുംബവും പുറത്തേക്ക് വരുന്നു. ഇതൊരു മറ്റേ ആൾക്ക് നല്ല ടെൻഷനുണ്ട്. മുതലാളിക്ക് എങ്ങാനും ഇഷ്ടമായില്ലെങ്കിൽ അവരുടെ കഥ കഴിഞ്ഞു തന്നെ. അങ്ങനെ അവർ അത് പ്രവർത്തിപ്പിച്ച് കാണിക്കുന്നു. എല്ലാവരുടെയും മുഖത്തൊരു സന്തോഷം തന്നെ. പകുതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ സ്വതന്ത്രരായിരിക്കുന്നു. അവർ ട്രിപ്പോളിയിലെത്തി. അവനവിടെ എത്തിയ ഉടനെ ആദ്യം അന്വേഷിക്കുന്നത് മൂസയാണ്. അവൻ വഴി കാണുന്നവരോടെല്ലാം സെനഗലിൽ നിന്ന് വന്ന മൂസയെ അറിയുമോ എന്ന് ചോദിച്ച് നടക്കുകയാണ്.
അങ്ങനെ ഒരാളിൽ നിന്നും അവിടെ സെനഗലുകാർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ടെന്ന് അറിയാൻ പറ്റി. അവനങ്ങനെ അവിടേക്ക് ചെല്ലുന്നു. പക്ഷേ സൈദുവിൻ്റെ കൂടെയുള്ള ആൾക്ക് ഇവിടെ കിടന്ന് കറങ്ങാൻ സമയമില്ല, തനിക്ക് പോകണമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വരുന്നുവെന്ന് സൈദുവിനോട് ചോദിക്കുന്നു. ഇല്ല, നിങ്ങൾ പൊയ്ക്കോളൂ, എനിക്ക് മൂസയെ കണ്ടുപിടിക്കണം. നിങ്ങളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്, എനിക്ക് നിങ്ങളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവർ അങ്ങനെ പരസ്പരം കെട്ടിപ്പുണർന്ന് സന്തോഷത്തോടെ പിരിയുകയാണ്. അവനവിടുന്ന് ഓടി സെനഗലുകാർ താമസിക്കുന്ന ഏരിയയിലേക്ക് എത്തി. പക്ഷേ മൂസ എന്ന് പേരുള്ള ഒരാളിനെ പറ്റി അവിടെ ആർക്കും അറിയില്ല. ഇവിടെ സെനഗലുകാർ താമസിക്കുന്ന 1-2 സ്ഥലങ്ങൾ കൂടിയുണ്ട്, നീ അവിടെയും കൂടെ പോയെന്ന് അന്വേഷിച്ച് കണ്ടെത്താനായില്ലെങ്കിൽ നീ തിരിച്ചു വരണം, നിനക്ക് ഇവിടെ താമസിക്കാം. എന്നാൽ അവിടെ എങ്ങും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ നിരാശനായ അവൻ തിരികെ അവരുടെ അടുത്തേക്ക് തന്നെ വരുന്നു. പിറ്റേന്ന് മുതൽ അവൻ അവരുടെ കൂടെ കെട്ടിടം പണിക്ക് പോയി തുടങ്ങി. മൂസയെ കണ്ടുപിടിക്കാതെ ഇനി യാത്ര തുടരാൻ പറ്റുമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം പണിക്കിടയിൽ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ വന്ന് പറയുന്നു, അവിടെ പുതുതായി ഒരു സെനഗലുകാരൻ വന്നിട്ടുണ്ട്, നീ അന്വേഷിക്കുന്ന ആളാണോന്ന് നീ പോയി നോക്കാൻ. അത് കേട്ട ഉടനെ ഓടി താഴേക്കെത്തുന്ന അവൻ കാണുന്നത് മൂടി പുതച്ച് കിടക്കുന്ന ഒരാളിനെയാണ്. പുതപ്പ് മാറ്റി നോക്കി അവന് സന്തോഷമായി. അവൻ്റെ മൂസയെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്നാൽ മൂസ ആകെ അവശനായിരുന്നു. അവൻ ആദ്യം സൈദുവിനെ മനസ്സിലാകുന്ന പോലുമില്ല. ശരി വരൂ, നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് അവനെ എണീപ്പിക്കാൻ നോക്കിയപ്പോഴാണ് സൈദു ആ കാഴ്ച കണ്ടത്. അവൻ്റെ കാലിന് വെടിയേറ്റിരിക്കുന്നു, അവൻ എണീക്കാൻ കഴിയുന്നില്ല. അവൻ ജയിൽ ചാടി വന്നപ്പോൾ അവർ വെടിവെച്ചതാണ്. എങ്കിൽ ശരി, നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം, സൈദു പറഞ്ഞു. അത് പറ്റില്ല, നമ്മളെ ഇവർ ഇവിടെ ചികിത്സിക്കത്തില്ല. അതുമാത്രമല്ല, അവർ എൻ്റെ കാല് മുറിച്ച് കളയാൻ പറയും, എനിക്ക് പേടിയാണ്, നമുക്ക് തിരിച്ച് സെനഗലിലേക്ക് തന്നെ പോവാം, പേടിയോടെ മൂസ പറഞ്ഞു. നീ എന്താണ് ഈ പറയുന്നത്? നമ്മൾ ആ മരുഭൂമിയിൽ കിടന്ന് അനുഭവിച്ചൊക്കെ നീ മറന്നോ? നീ ഈ കാലുമായിട്ട് എങ്ങനെ തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്? ഈ എണീക്ക്, നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. അങ്ങനെ സൈദു അവരുടെ കൂടെയുള്ള ഒരാളിനോട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അത്യാവശ്യം വൈദ്യമൊക്കെ അറിയാവുന്ന ഒരാൾ മൂസയുടെ കാൽ പരിശോധിച്ചു. ഭാഗ്യത്തിന് വെടിയുണ്ട തുളച്ച് അപ്പുറം പോയിരുന്നു. പക്ഷെ മരുന്ന് വെച്ച് കെട്ടിയില്ലെങ്കിൽ ഇത് പണിയാവും. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ കുറിച്ച് തരാം. നമുക്കിവിടെ ഫാർമസിയിൽ നിന്നൊന്നും മരുന്ന് തരില്ല. നീ മാർക്കറ്റിൽ പോയിട്ട് ബാർബർ സമീറിനെ അന്വേഷിച്ചാൽ മതി, ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അവൻ സമീറിനെ കണ്ടെത്തി മരുന്നുകളൊക്കെ കൈവശപ്പെടുത്തുന്നു. അങ്ങനെ അതുകൊണ്ടൊന്ന് അവൻ്റെ കാലിലെ മുറിവൊക്കെ വെച്ച് കെട്ടുന്നുണ്ട്. പക്ഷേ ഇതൊരു താൽക്കാലികം മാത്രമാണ്. നീ അവനെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകണം, ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും. ഇൻഫെക്ഷൻ എങ്ങാനും ഉണ്ടായാൽ അവൻ്റെ കാൽ മുറിച്ച് കളയേണ്ടി വരും. അതും അല്ലെങ്കിൽ അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവും. അത് കേട്ടതോടെ സൈദുവിന് വീണ്ടും ടെൻഷനായി. അവൻ ചോദിക്കുന്നുണ്ട്, കറുത്തവർഗ്ഗക്കാരായ നമ്മളെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യില്ല. നമ്മുടെ മുന്നിൽ എത്ര ദിവസമുണ്ട്? മാക്സിമം ഒരു 10 ദിവസം. അത് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഈ 10 ദിവസം കൊണ്ട് മൂസയും കൊണ്ട് എങ്ങനെയെങ്കിലും ഇറ്റലിയിൽ എത്തുക എന്നുള്ളതാണ് സൈദുവിൻ്റെ ലക്ഷ്യം. അതിനായി വീണ്ടും അവനൊരു ഏജൻറ്റിനെ പോയി കാണുന്നു. എന്നാൽ അവൻ കൊടുത്ത പൈസ കൊണ്ട് 2 പേർക്ക് പോകാൻ കഴിയില്ല, ഒരാൾക്കുള്ള പൈസയേ ഉള്ളൂ എന്ന് അയാൾ പറയുന്നു. അവൻ്റെ നിസ്സഹായ അവസ്ഥയും മൂസയുടെ കാര്യമൊക്കെ അയാളോട് പറഞ്ഞു നോക്കി. ഒടുവിൽ അയാൾ മറ്റൊരു ഡീൽ പറഞ്ഞു. ഈ പൈസയ്ക്ക് പോകാനാണെങ്കിൽ നിങ്ങൾ പോകുന്ന ബോട്ട് നീ തന്നെ ഓടിക്കണം. ഇത് ആശ്ചര്യത്തോടെ അയാളോട് ചോദിക്കുന്നു, ബോട്ടോ? ഞാൻ ഇതുവരെ ബോട്ട് ഓടിച്ചിട്ടില്ല, എനിക്ക് നീന്താൻ പോലും അറിയില്ല. അതൊന്നും പ്രശ്നമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഇറ്റലിയിലെത്തും. അത് മാത്രമല്ല, നിനക്ക് പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് പോലീസ് പിടിച്ചാലും വലിയ പ്രശ്നം വരില്ല. നിങ്ങൾക്ക് 2 ആൾക്കും കൂടി പോകണമെങ്കിൽ ഇതേ ഉള്ളൂ വഴി. അങ്ങനെ ഒടുവിൽ അവൻ അതും സമ്മതിക്കുന്നു. അവൻ മൂസയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഇറ്റലിയിൽ എത്തുമെന്നും അവിടെ ചെന്നിട്ട് നിൻ്റെ കാല് ശരിയാക്കാമെന്നും അവനോട് പറഞ്ഞു. അതുമാത്രമല്ല, ബോട്ട് ഓടിക്കാൻ പോകുന്നത് താനാണെന്ന് അഭിമാനത്തോടെ സൈദു അവനോട് പറഞ്ഞു. അതിന് നിനക്ക് നീന്തൽ പോലും അറിയില്ലല്ലോ. ഓ, അതിനെന്താ, സ്റ്റിയറിങ് നേരെ പിടിച്ചങ്ങ് പോവുക, നമ്മൾ നേരെ ഇറ്റലിയിലേക്ക്. അങ്ങനെ രാത്രിയായപ്പോഴേക്കും അവർക്ക് പോകാനുള്ള സ്ഥലത്തേക്ക് അവർ എത്തി. അല്ല, അവിടെ നിറച്ചു ആൾക്കാരെ കണ്ട് സൈദു ചോദിക്കുന്നുണ്ട്, ഇത്രയും ആളുകൾ പോകാനുള്ളതാണോ? ഏയ്, വേറെയും ബോട്ടുകൾ കാണും, മൂസ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ സൈദുവിനെ അവൻ ഓടിക്കാനുള്ള ബോട്ട് കാണിക്കാനായി അവർ കൊണ്ടുപോയി. ബോട്ടിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അയാൾ സൈദുവിന് പറഞ്ഞു കൊടുക്കുന്നു. നീ വടക്ക് നോക്കി യന്ത്രത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, എപ്പോഴും അത് 0-ലായിരിക്കാൻ നോക്കണം. വലിയ തിരമാലകളൊക്കെ വന്നാൽ നേരെ എതിരെ പോവുക, ഒരിക്കലും ചരിയരുത്. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാൻ GPS ഫോണും ഉണ്ട്. ഇതെല്ലാം കേട്ടപ്പോഴേക്കും സൈദുവിന് ആകെ ടെൻഷനായി. ഇത്രയും വലിയ ബോട്ട് താൻ ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ അവനതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നത്തെ രാത്രി അവൻ ഉറങ്ങാനേ കഴിഞ്ഞില്ല. എന്ന് അയാൾ പറയുമ്പോഴാണ് അറിയുന്നത്, ഈ വന്നിരിക്കുന്നവരെല്ലാം അവനാണ് കൊണ്ടുപോകേണ്ടത്. ഇവരെല്ലാം ഈ ഒരു ഒറ്റ ബോട്ടിലാണ് പോകാൻ പോകുന്നത്. ഇത് കേട്ടപ്പോഴേക്കും അവൻ ആകെ വിഷമത്തിലായി. അവനെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഇത്രയും ജീവനുകളെയും വെച്ച് അവനെ ഒറ്റയ്ക്ക് ഈ ബോട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലെന്ന് അവൻ പറഞ്ഞു. എന്നാൽ അവൻ്റെ വാക്കുകളൊന്നും അവിടെ വിലപ്പോയില്ല. നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ തന്നെ ഓടിക്കണം.
അങ്ങനെ അവരെല്ലാം ബോട്ടിൽ കയറി അവരുടെ യാത്ര തുടരുകയാണ്. സെയ്തു മൂസയും ആകെ പേടിച്ചിരിക്കുകയാണ്. ബോട്ട് വടക്കോട്ട് തന്നെ പോകാൻ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. സെയ്തുവിൻ്റെ മനസ്സ് ഭീതി കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് മൂസയെ വിളിച്ചിട്ട് ചോദിക്കും, കടൽ പൊങ്ങി വരുന്ന പോലെ തോന്നില്ലേ? അപ്പോൾ മൂസ പറയും, ഇല്ല, എനിക്കൊന്നും തോന്നില്ല, നിനക്ക് വെറുതെ തോന്നുകയാണ്. അങ്ങനെ മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം സെയ്തു ഒരു വെളിച്ചം കാണുകയാണ്. അവൻ മൂസയെ വിളിച്ചുണർത്തി അവനെയും കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ എത്തിയോ? അവർ രണ്ടുപേരും സന്തോഷിക്കുന്നു. പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോഴാണ് അവർ ആ കാര്യം കാണുന്നത്. കര കാണുന്നില്ല, എന്തോ ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ മൂസ പറയുന്നുണ്ട്, അത് ചിലപ്പോൾ പോർട്ടായിരിക്കും, കര കുറച്ചുകൂടെ പിന്നിലായിരിക്കും. പക്ഷേ സംഭവം അതൊന്നും ആയിരുന്നില്ല, അതെന്തോ റിഗോ മറ്റോ ആയിരുന്നു. പക്ഷേ സെയ്തുവിനും മൂസയ്ക്കും അത് എന്താണെന്ന് പോലും മനസ്സിലായില്ല. അങ്ങനെ അവർ അതും കടന്നു പോയി. പിറ്റേന്ന് രാവിലെയായി. അപ്പോഴാണ് ബോട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് പെട്ടെന്ന് പ്രസവവേദന വരുന്നത്. ബഹളം കേട്ട് സെയ്തു അവരുടെ അടുത്തേക്ക് ഓടിയെത്തി. അവർക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തു. പക്ഷേ അവർ ആ കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നില്ല. അവനങ്ങനെ GPS ഫോൺ എടുത്ത് അയാൾ കൊടുത്തിരുന്ന ആ നമ്പറിലേക്ക് വിളിക്കുന്നു. ബോട്ടിൽ ഒരു സ്ത്രീക്ക് വയ്യാതായിട്ടുണ്ടെന്നും പെട്ടെന്ന് അവരെ രക്ഷിക്കണമെന്നും അവൻ ഫോണിലൂടെ അറിയിച്ചു. എന്നാൽ മറുവശത്തു നിന്നുള്ള മറുപടി ഇങ്ങനെയായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ കോർഡിനേറ്റ്സ് പറയുക, ഞങ്ങൾ കോസ്റ്റ് ഗാർഡിനെ അറിയിക്കാം. പക്ഷേ അത് കുറച്ച് സമയമെടുക്കുന്ന പണിയാണ്. എന്നാൽ രാത്രിയായിട്ടും ആരുടെയും ഒരു അനക്കവുമില്ല. അവൻ ആ നമ്പറിലേക്ക് വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. അവർ ഇറ്റാലിയൻ കോസ്റ്റ് ഗാർഡിനെ വിളിച്ചപ്പോൾ അത് അവരുടെ ജലാതിർത്തിയിലുള്ള സ്ഥലമല്ലെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ മാൾട്ടയിലുള്ള കോസ്റ്റ് ഗാർഡിനെ വിളിക്കാൻ അവർ അറിയിച്ചു. പക്ഷേ അവർ ആരും ഫോൺ എടുക്കുന്നില്ല. ഇത്രയും ആയപ്പോഴേക്കും സംഗതി ഒന്നും നടപ്പുവശമല്ലെന്ന് സെയ്തുവിന് മനസ്സിലായി. ശരി, ഇനി നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല, ഞാൻ ഇവരെ ഇറ്റലിയിൽ എത്തിക്കും, ഒരാളും മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്രയും പറഞ്ഞിട്ട് അവൻ ആ ഫോൺ കട്ട് ചെയ്തിട്ട് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ പിറ്റേന്ന് പകലായിരിക്കുന്നു. അവനാണെങ്കിൽ 2-3 ദിവസമായിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോഴാണ് എല്ലാവരുടെയും ബഹളം വീണ്ടും അവൻ കേൾക്കുന്നത്. എൻജിൻ റൂമിലുണ്ടായിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് വയ്യാതായിരിക്കുന്നു. അതിനുള്ളിൽ ആൾക്കാരുണ്ടെന്ന് തന്നെ അവൻ അപ്പോഴാണ് അറിയുന്നത്. അവൻ ഓടി അവിടേക്ക് എത്തി. അവരെല്ലാം പുക ശ്വസിച്ച് അവരുടെ ബോധം പോയിരിക്കുന്നു. അവരെയെല്ലാം മുകളിലേക്ക് എത്തിച്ചു. ബാക്കിയുണ്ടായിരുന്ന വെള്ളമൊക്കെ എടുത്ത് അവർക്ക് കൊടുത്തു. അവരെല്ലാം പരസ്പരം വെള്ളത്തിന് വേണ്ടി അടികൂടാൻ തുടങ്ങി. അവരുടെ എല്ലാം സ്വബോധം തന്നെ നഷ്ടമായിരിക്കുന്നു. അവർ പരസ്പരം തെറി വിളിക്കാനും അടികൂടാനും തുടങ്ങി. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെയ്തു അവരെല്ലാം അടക്കി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും ഒക്കെ പേടിച്ച് കരയാൻ തുടങ്ങി. അവൻ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ആരും മരിക്കില്ല, നമ്മൾ അവിടെ എത്തും, അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കും. അവൻ്റെ വാക്കുകൾ അവരെല്ലാം സമാധാനപ്പെടുത്തി. അവരെല്ലാം ശാന്തരായി ഇരിക്കാൻ തുടങ്ങി. അവൻ ബോട്ടുമായി വീണ്ടും യാത്ര തുടർന്നു. വീണ്ടും മണിക്കൂറുകളുടെ യാത്രകൾക്ക് ശേഷം സെയ്തു കാണാൻ കൊതിച്ച ആ കാഴ്ച അവൻ്റെ കൺമുന്നിൽ കണ്ടു. അതെ, അവർ കര കണ്ടിരിക്കുന്നു. ആ മൂസയെ വിളിച്ചുണർത്തി ആ കാഴ്ച കാണിച്ചു കൊടുക്കുന്നു. ബോട്ടിലുള്ളവരെല്ലാം ആർപ്പുവിളിയും ബഹളവും തുടങ്ങിക്കഴിഞ്ഞു. അവർ കൈയടിച്ചും കൂകി വിളിച്ചും അവരുടെ സന്തോഷങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആ അമ്മയും കുഞ്ഞും അപായമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. അപ്പോഴേക്കും അവരുടെ സഹായത്തിന് വിളിച്ച കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ അവിടേക്ക് എത്തിയിരുന്നു. എല്ലാവരും ഓടി വന്ന് സെയ്തുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൻ ആ ബോട്ടിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഒക്കെ വിളിച്ചു പറയുന്നു, ഞാൻ ജയിച്ചു, ഞാനാണ് കപ്പിത്താൻ, ഞാൻ എല്ലാവരെയും രക്ഷപ്പെടുത്തി, ഒരാൾ പോലും മരിച്ചില്ല, ഞാനാണ് കപ്പിത്താൻ. അങ്ങനെ ഒടുവിൽ അവർ ഇറ്റലിയുടെ തീരത്തേക്ക് എത്തുകയാണ്. ഇതാണ് അവർ സഞ്ചരിച്ചെത്തിയ ആ വലിയ ദൂരം. കഥയുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കുക. കൂടുതൽ സിനിമാ കഥകൾ കേൾക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നന്ദി.